പണം വെച്ചിരിക്കുന്നത് പിണറായി വിജയന്റെയാണ്. പണം 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 തന്നിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. പണം തരുന്നത് നരേന്ദ്രമോദി, പണം പിണറായി വിജയൻ. അതാണ് നമ്മുടെ സ്ഥിതി. അത് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് മാത്രമല്ല, അരി തരുന്നത് നരേന്ദ്രമോദി, പണം പിണറായി വിജയൻ. എല്ലാ റേഷൻ കടകളുടെയും മുന്നിൽ പിണറായി വിജയന്റെ പടം ഒട്ടിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അവസാനം പേരുമാറ്റിയും പടം വെച്ചും ക്രെഡിറ്റ് അടിച്ചെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന ഗുരുതരമായ ആക്ഷേപമാണ് BJPയുടെ മുതിർന്ന നേതാവായ വി മുരളീധരൻ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പൊതുപരിപാടിക്കിടെയാണ് വി മുരളീധരൻ ഇക്കാര്യം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗതി ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് രാജ്യത്ത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന് പുറത്തു മാത്രമല്ല, കേരളത്തിന് അകത്തുൾപ്പെടെ എല്ലാ മേഖലകളിലും. തിരുവനന്തപുരത്തിന് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ട് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള പുരോഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ റോഡുകൾ എല്ലാം. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, നമ്മുടെ തമ്പാനൂരില് കാർ നിർത്താൻ വേണ്ടിയിട്ടുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പണം വെച്ചിരിക്കുന്നത് പിണറായി വിജയന്റെയാണ്. പണം 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 തന്നിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. പണം തരുന്നത് നരേന്ദ്രമോദി, പണം പിണറായി വിജയൻ. അതാണ് നമ്മുടെ സ്ഥിതി. അത് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് മാത്രമല്ല, അരി തരുന്നത് നരേന്ദ്രമോദി, പണം പിണറായി വിജയൻ. എല്ലാ റേഷൻ കടകളുടെയും മുന്നിൽ പിണറായി വിജയന്റെ പടം ഒട്ടിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെയും നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെയും. അവർക്ക് ഇതിലെന്താ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളൊരു കത്തയക്കുമ്പോ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന ആരാ? പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ അഡ്രസ് എഴുതാറുണ്ട് അതിന്റെ പുറത്ത്. അയക്കുന്ന ആളുടെ അഡ്രസ്സാണ് അതിലുണ്ടാവുക. അതാണ് വേണ്ടത്. പകരം ഈ പോസ്റ്റ്മാൻ തന്നെ സ്വന്തം പടം ഒട്ടിച്ചിട്ട് ഇതാ ഞാൻ ഇതൊക്കെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അപഹാസ്യമാണ്. അതാണ് ഇപ്പോ ഈ അരി തരുന്ന കാര്യത്തിൽ നടക്കുന്നത്. ക്ഷേമ പെൻഷൻ ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന പണമാണ്. കേരളത്തിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പോ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് എത്ര 5000-9000 കോടി കടമെടുക്കാൻ പോവാണ്. ഓണക്കാലത്ത് കടമെടുക്കേണ്ടി വരും. കടമെടുക്കാൻ പോകുന്നു എന്നാണ്. എന്തിനാണ് കടമെടുക്കുന്നത്? നടക്കാത്ത പദ്ധതികളെ കുറിച്ച് കുറെ ചർച്ച നടത്താനും ഉദ്ഘാടനം നടത്താനും. ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക വയനാട്ടിലൊരു തുരങ്കം, 4 വരി തുരങ്കം ഉണ്ടാക്കുക. നിങ്ങളത് ആലോചിച്ച് നോക്കണം. എവിടത്തേക്കാ തുരങ്കം ഉണ്ടാക്കുന്നത്? മേപ്പാടി. ആ മേപ്പാടിയിലാണ് കഴിഞ്ഞ വർഷം മഴക്കാലത്ത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ നടന്ന് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അവിടെ ഈ തുരങ്കമുണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് നൽകിയ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് 60 ഉപാധികളോട് കൂടിയിട്ട് ഇത് നടപ്പിലാക്കാം. 60 ഉപാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നാളെ സുനിൽ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കട്ടെ, സുനിലിനോട് പറഞ്ഞിരിക്കട്ടെ നിങ്ങൾ 2 കൈയും കാലും കുത്തരുത്, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന 60 ഉപാധികൾ. ഈ ഉപാധികൾ പാലിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അവിടെ തുരങ്കത്തിന് തറക്കല്ലിടാൻ പോവുക. കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കും. ഇതുപോലെയുള്ള മാമാങ്കങ്ങൾ നടത്തി പണം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം, അതാണ് നമ്മുടെ നാട്ടിലെ വികസനം, പുരോഗതി എന്നൊക്കെ പറഞ്ഞിട്ട് നടപ്പിലാക്കുന്നത്. അപ്പൊ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പുരോഗതിയും വികസനവും നമുക്കറിയാം. കേരള സർക്കാർ നടപ്പിലാക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളുടെ വസ്തുതകളും നമുക്കറിയാം. അപ്പൊ ഈ തരത്തിൽ ഈ 2 സർക്കാരുകളുടെയും പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും നേരിട്ട് കാണാൻ അനുഭവം ഉണ്ടായിട്ടുള്ള, ഇത് രണ്ടിനെയും നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. അതേസമയത്ത് ഈ നാട്ടിൽ സാധാരണക്കാരന് നീതി ലഭ്യമല്ലാത്തൊരു സാഹചര്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ കണ്ടു, ഒരു അമ്മ, 73 വയസ്സുള്ള അമ്മ സ്വന്തം മകന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആളുകളെ
വിട്ടയച്ച സാഹചര്യത്തിൽ ആ അമ്മയുടെ ദുഃഖം നമ്മൾ പത്രത്തിൽ കണ്ടു. 4000 രൂപ കൈവശം വെച്ചതിന്റെ പേരിലാണ് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കുന്നത്. ആ അമ്മ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ജീവിതത്തിന്റെ ഈ അവസാന ഘട്ടത്തിൽ. എന്റെ എന്നെ ഒറ്റയ്ക്കാക്കിയ ആ തീരുമാനമെടുത്ത ആ ആളുകൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കണം. ആ ശിക്ഷ ലഭിക്കാത്തതിന്റെ കാരണം എന്താ? കാരണം പോലീസുകാർ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളെടുത്തു. ആ കേസ് അട്ടിമറിക്കാനുള്ള നടപടികളെടുത്തു. പാവപ്പെട്ടവർക്കും സ്വാധീനമില്ലാത്തവർക്കും നീതി ലഭ്യമല്ലാത്തൊരു സാഹചര്യം. ആ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ പേരൂർക്കടയിൽ കണ്ടു. ഒരു പാവപ്പെട്ട സ്ത്രീ, വീട്ടുജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ, അവർ ജോലിക്ക് പോയ വീട്ടിൽ കാണാതായ സ്വർണ്ണാഭരണത്തിന്റെ മോഷ്ടാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചു. രാവും പകലും അവരവിടെ സൂക്ഷിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളാണ് കട്ടത്, ആ സാധനം എവിടെയുണ്ടെന്ന് പറയണം. രാവും പകലും അവരെ കാത്തു നിർത്തി ചോദ്യം ചെയ്തപ്പോ, ദാഹിച്ച് വെള്ളം ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ടോയ്ലറ്റിൽ പോയി വെള്ളം കുടിച്ചോളാം. അതാണ് നമ്മുടെ നാട്ടില് പാവപ്പെട്ട സ്ത്രീകൾക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പെരുമാറ്റം. അവസാനം അവര് ഒരു മോഷ്ടാവുമല്ല, അവര് മോഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന വസ്തു അതേ വീട്ടിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പറഞ്ഞു, ഇനി വഴിക്ക് കണ്ടുപോരുത്, ഒരാളോടും ഇക്കാര്യം മിണ്ടരുത് എന്ന് പറഞ്ഞു. മിനിയാന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു വേറൊരു വാർത്ത. ഇടുക്കിയിൽ ഒരു ആദിവാസി സ്ത്രീ മരിച്ചു. ആ ആദിവാസി സ്ത്രീയെ ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ പിടിച്ച് ലോക്കപ്പിലിട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആന ചവിട്ടിക്കൊന്നതാണ്. ആന ചവിട്ടിക്കൊന്നതിന്റെ പേരിൽ പോലും ഭർത്താവിനെ പിടിച്ച് ജയിലിലിടുന്ന, പോലീസ് സ്റ്റേഷനിൽ ഭീകരമായിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം, അത് വ്യക്തമാക്കുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരന് നീതി ലഭ്യമാക്കാൻ ഈ സർക്കാരിന്റെ കാലത്ത് സാധിക്കുന്നില്ല എന്നാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദ്യാഭ്യാസം നേടി തൊഴിലിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ അവസരങ്ങളില്ലാത്തത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ ഒരു മാറ്റമില്ല. വിദ്യാഭ്യാസത്തിന് വേണ്ടി പോലും നമ്മുടെ നാട്ടിലെ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്നു. കാരണം തൽക്കാലം സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നു. പക്ഷേ സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരൊക്കെ കുട്ടികളെ സംസ്ഥാനത്തിന്റെ പുറത്തേക്കാണ് പറഞ്ഞേക്കുന്നത്. കേരളത്തിലെ കോളേജുകളിൽ ഏതാണ്ട് 2.25 ലക്ഷം സീറ്റുള്ള കേരളത്തിലെ കോളേജുകളിൽ 80,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക. എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്? കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനം അങ്ങേയറ്റം താറുമാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആരോഗ്യമേഖല തകർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്, ഞാൻ ഇന്ന് രാവിലെ ഒരു ഇത് കണ്ടു, മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള മെഡിക്കൽ കോളേജാണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ആ വഴിക്ക് പോയിട്ട് എത്രയോ കാലമായി. കാരണം നമ്മളെല്ലാവരും, ഞാനും നിങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലും അസുഖത്തിനോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ആൾക്കാരാണ്. നമ്മളവിടെ കാണുന്ന ചിത്രം മെഡിക്കൽ കോളേജിൽ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്നലത്തെ ഇന്ന് രാവിലെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ ഇതുപോലത്തെ തമാശകൾ ധാരാളം പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും നല്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി, ഏറ്റവും നല്ല സാഹചര്യം, അങ്ങനെയുള്ള സാഹചര്യമുള്ള മെഡിക്കൽ കോളേജാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ വാസ്തവത്തിലുള്ള സ്ഥിതി എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കിടക്കയിൽ 2 ആളെ കിടത്തുന്ന മെഡിക്കൽ കോളേജാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. 2 ആളെ കിടത്തുക മാത്രമല്ല, ആ കട്ടിലിന്റെ താഴെ വേറെ 2 ആൾക്കാരാണ്. അതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ അവസ്ഥ. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജാണ്, ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ കോളേജാണെന്നാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സ്ഥിതി, ഈ സ്ഥിതിയാണ് കേരളത്തിൽ ഇന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം, ഈ സാഹചര്യം വരുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെയൊരു സർക്കാർ ആണോ ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടത് എന്നുള്ളത് തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം. ആ അവസരമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്.